വെൽക്കം ടു അന്നാസ് കോർണർ. ഞാൻ ജയമോൾ. ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ്. വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഫിഷ് ഫ്രൈ ആണിത്. ഒരിക്കലും നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് നമ്മുടെ മൈൻഡിൽ നിന്ന് മാറത്തില്ല. അത്രയ്ക്ക് ടേസ്റ്റ് ആണിത്. ഇത് അപ്പത്തിനൂടെ ചപ്പാത്തി, പൊറോട്ട, ചോറ് ഇതിനൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. സാധാരണ ഫിഷ് ഫ്രൈ പോലെയല്ല, നമ്മൾക്ക് ഇതിനൂടെ ഗ്രേവിയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം, എന്നാലേ ഇതിനിടയ്ക്ക് പറയുന്ന ടിപ്സ് ഒക്കെ കിട്ടത്തുള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഒക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി മീന് മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, നമ്മുടെ കാശ്മീരി ചില്ലി, അതിന് കൂടെ കറിവേപ്പില, കുറച്ച് നാരങ്ങ നീര് അത്രയും ചേർന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പം കുറച്ചുകൂടെ വെളിച്ചെണ്ണ വേണമെങ്കിൽ തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഒരു സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അതൊരു പേസ്റ്റ് രൂപത്തിൽ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മാരിനേഷനുള്ള ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മീനെടുത്ത് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനെടുത്ത് വരഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് കണ്ടത്. അപ്പൊ നമുക്കിത് വരഞ്ഞ് അതിലേക്ക് നന്നായിട്ട് ഇത് പുരട്ടി കൊടുക്കാം. ഉള്ളിലോട്ട് അകത്തും പുറത്തും ഒക്കെ പുരട്ടി കൊടുക്കാം. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ഉപ്പും മുളകും ഒക്കെ നന്നായിട്ട് അതിൽ പിടിച്ച് ഇരിക്കത്തുള്ളൂ. അപ്പോഴേ നമ്മൾ കഴിക്കുമ്പോൾ ഫിഷ് ഫ്രൈയുടെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ പുരട്ടി വെച്ചിട്ട് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എപ്പോഴും നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അതിലെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ അതിനൊരു കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ബാക്കി വരുന്ന മീനിലും കൂടെ ഇത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഫിഷിൽ എല്ലാം മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കി 30 മിനിറ്റ് ഞാൻ എടുത്ത് വെച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കൊരു ചട്ടി എടുത്ത് ചൂടാക്കാൻ വെക്കാം. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്നതിന് അതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കുന്നത് ചട്ടിയുടെ അടിയിലൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഈ കിളിമീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അത് നമുക്ക് ചട്ടിയുടെ അടിയിലൊക്കെ പിടിക്കുന്നത് തോന്നത്തില്ലേ? അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ചേർക്കുന്നത്. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. നല്ലതാണ്, നമുക്ക് ടേസ്റ്റും കിട്ടും, അടി പിടിക്കാതെ ഇരിക്കും. അപ്പോൾ എൻ്റെ അമ്മ പണ്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ടിപ്പാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ മീനെ ചേർത്ത് കൊടുത്തിട്ട് ഒരു വശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീനൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കരിഞ്ഞത് പോലെ ഇരിക്കുന്നത് നമ്മുടെ കറിവേപ്പിലയാണ് അത് നമ്മുടെ ഫിഷ് ഒട്ടും തന്നെ കരിയത്തില്ല. ഇനിയാണ് ഇതിൻ്റെ പ്രധാന സ്റ്റെപ്പ്. നമ്മളിതിലേക്ക് ഒരു കപ്പ് കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നു. നമുക്ക് ഇത് ഈ ഫിഷിൻ്റെ അകത്ത് ഈ വെളിച്ചെണ്ണയിലൊക്കെ കിടന്ന് അങ്ങോട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം നല്ല ഫിഷ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. നമുക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ കൂടെ പച്ചമാങ്ങയിൽ ഒരു 2-3 സ്പൂണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതാണ്. ഞാനിപ്പം ചേർത്തിട്ടില്ല. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ്, ഈ ഗ്രേവിക്ക് മാത്രം ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഒരു നുള്ള് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുരുമുളകിൻ്റെ പൊടി, അത് പ്രധാനമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് തന്നെയാണ്. അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളുടെ ആ കോമ്പിനേഷൻ ഈ മീനുമായിട്ട് ചേരുമ്പം ഈ ഗ്രേവിയുമായിട്ട് അസാധ്യ ഒരു കോമ്പിനേഷൻ, നല്ല ടേസ്റ്റ് ആണ് ഇതിന്. ഇത് ഇനി കുറുകി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ചാറ് നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്കിന് ഈ മീന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പില നന്നായിട്ട് അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫിഷ് എന്ന് പറയുന്നത് നമ്മുടെ കരിമീന്, ചെമ്പല്ലി, ആവൂലി, ശേരി, അങ്ങനത്തെ പരന്ന സൈസ് മീനുകളൊക്കെയാണ് എടുക്കുന്നത്. അപ്പൊ ചാറൊക്കെ കുറുകി നല്ല വറ്റി വന്നിട്ടുണ്ട്. മീൻ ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുത്തായിരുന്നു. അപ്പൊ അതിലേക്ക് നമ്മൾ നമ്മുടെ ടൊമാറ്റോ മുറിച്ചത് അതിൽ ചേർത്ത് കൊടുക്കുന്നു. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് എടുത്ത് മാറ്റാം. കണ്ടോ, ഇതിൻ്റെ ഗ്രേവിയൊക്കെ കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഇതെന്താണ് കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് മീന് ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചിരിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. അന്നാസ് കോർണർ. ടേക്ക് കെയർ. ബൈ ബൈ.